എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് എൻ്റെ സ്വന്തം വീട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ഇങ്ങോട്ട് വന്നിരുന്നു. അപ്പോൾ രാവിലെ തന്നെയുള്ള ഒരു കാഴ്ചയാണിത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ. അപ്പോൾ അത് അമ്മ കുറേ ചെടികളൊക്കെ ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാം എടുക്കാം എന്നൊക്കെ വിചാരിച്ചാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ശ്രീകണ്ഠപുരത്താണ് കേട്ടോ. ശ്രീകണ്ഠപുരം കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരത്താണ് എൻ്റെ സ്വന്തം നാട്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോസ് തന്നെ ഇതിന് മുന്നേ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ചെടികളുടെ മാത്രമായിട്ട്. അപ്പോൾ അന്നുള്ള അത്രയും ചെടികളൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പം കുറച്ച് മഴയൊക്കെ പോയി. അപ്പോൾ ചെടികളൊക്കെ കുറച്ച് വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് വാടിയിട്ടൊക്കെ പോയിട്ടുണ്ട്. ഈ സ്ഥലത്തൊക്കെ ആദ്യം റബ്ബറായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നീട് റബ്ബറെല്ലാം മുറിച്ച് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ വാഴയൊക്കെ വെച്ചത്. പിന്നെ ഇപ്പം കൂടുതലും വാഴ തന്നെ ഉള്ളത്. മുന്നിലും പുറകിലൊക്കെ റബ്ബറായിരുന്നു. അപ്പോൾ വീട്ടുവളപ്പിൽ റബ്ബർ അങ്ങ് മുറിച്ച് മാറ്റിയിട്ട് നമ്മളെ മുൻഭാഗത്ത് വീടിൻ്റെ മുൻവശത്ത് നമ്മൾ വാഴയൊക്കെ വെച്ചു. പിറകു വശത്ത് നമ്മൾ കശുമാവാണ് വെച്ചിട്ടുള്ളത്. ഇപ്പം നല്ല പൂത്ത് നിൽക്കുന്ന ചെടികളുടെ വീഡിയോ മാത്രമേ ഞാൻ പ്രത്യേകമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിന് ശേഷം രാവിലെ തന്നെ അച്ഛൻ ചേന കളക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ കുറച്ച് ചേന ഉണ്ടായിരുന്നു, ഒരു 10-15 ചേനയോളം കളക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കളച്ചിട്ട് ഇപ്പം നമുക്കിനിയിപ്പോൾ അത് അടുത്ത വർഷത്തേക്കുള്ള വിളവെടുക്കാൻ വേണ്ടിയിട്ട് അത് വിത്താക്കാനും കൂടെ ആവശ്യമാണ്. അപ്പോൾ ഈ വാഴയുടെയൊക്കെ ഇടയിൽ നമ്മൾ ചേനയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഉണ്ട് നമുക്ക്. ഇനിയിപ്പോൾ ഈ ചേനയൊക്കെ എടുത്ത് ഇനി അതിൻ്റെ വേരും ഒക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയതിന് ശേഷം ചാണക വെള്ളത്തിൽ മുക്കിയിട്ട് വെക്കും വിത്തിന് വേണ്ടിയിട്ട്. അടുത്ത വർഷത്തേക്കുള്ള വിത്തിന് വേണ്ടിയിട്ട് ചാണക വെള്ളത്തിൽ മുക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ചേന വിത്ത് സൂക്ഷിക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുഴയിലേക്ക് പോയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെ പുഴയുണ്ട്, വലിയ പുഴയാണ്. അപ്പോൾ പുഴേൻ്റെ നമുക്കിപ്പോൾ ഈ ഒരു സമയത്ത് പുഴ മുറിച്ച് കടക്കാനൊന്നും പറ്റില്ല, കാരണം തൊട്ട് താഴെ ഡാമുണ്ട്. ആദ്യമൊക്കെ നമ്മൾ ഈ പുഴയുടെ കരയിലൊക്കെ പച്ചക്കറി നടാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ അധികം പച്ചക്കറികളൊന്നും നട്ടിട്ടില്ല. പിന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറേ കാടും പുല്ലുമൊക്കെ വളർന്നുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനൊന്നും പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്. അപ്പോൾ ഈ പുഴയ്ക്ക് കുറുകനെ നല്ല പുതിയ പാലം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ തൂക്കുപാലമായിരുന്നു. ഇപ്പം അത് നല്ലൊരു ബസ്സും വാഹനങ്ങളൊക്കെ പോകാൻ പാകത്തിനുള്ള ഒരു പാലമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നല്ല മനോഹരമായ നാടാണ് കേട്ടോ എൻ്റേത്. പുഴയും പാലവും നല്ല റോഡും ഒക്കെ ആയിട്ട് നല്ല നാടാണ്. അപ്പോൾ ഈ ഒരു നാട് നിങ്ങൾക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ